എന്ന് പറഞ്ഞാൽ ഹെർട്സ്പ്രങ് റസൽ ഡയഗ്രാം. ഈ ഡയഗ്രാം വരുന്നത് ലൂമിനോസിറ്റി ഇൻ ലോഗ് സ്കെയിലാണ്. ടെമ്പറേച്ചർ എക്സ് ആക്സിസിലുണ്ട്. അപ്പം വൈ ആക്സിസിൽ ലൂമിനോസിറ്റി ഇൻ ലോഗ് സ്കെയിൽ, ടെമ്പറേച്ചർ എക്സ് ആക്സിസിലുണ്ട്. ഹെർട്സ്പ്രങ് റസൽ ഡയഗ്രാം ഈ എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യണേന്ന് ചോദിച്ചാൽ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലൂമിനോസിറ്റിയും ടെമ്പറേച്ചറും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിൽ ടെമ്പറേച്ചർ സ്കെയിലുണ്ടല്ലോ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഡിക്രീസാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ സ്കെയിൽ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൽ മാസ് ഇൻക്രീസസ് ഫ്രം ലോവർ റൈറ്റ് ടു അപ്പർ ലെഫ്റ്റ്. ലോവർ റൈറ്റിൽ നിന്നും അപ്പർ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഡയഗ്രത്തിൽ ഒരു പർട്ടിക്കുലർ ലെവലുണ്ട്, ഇങ്ങനൊരു ലെവൽ. ആ ലെവലിനെയാണ് നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന് പറയുന്നത്. എപ്പോഴും മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ അണ്ടർഗോ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കമ്പൈനിങ് ഹൈഡ്രജൻ ടു ഫോം ഹീലിയം. ഇനി വേറൊരു 1-2 പോയിൻറ്റ്സ് ഉണ്ട്. ഹൈ മാസ് നോക്കണേ, ഹൈ ആയിട്ടുള്ള മാസ്, ഹൈ ടെമ്പറേച്ചർ, ഹൈ മാസും ഹൈ ടെമ്പറേച്ചറും ഉള്ള കുറച്ച് സ്റ്റാർസ് ഉണ്ട്. ആൻഡ് ഹൈ ലൂമിനോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെ വരും? മാസ് ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. മാസ് ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ. ടെമ്പറേച്ചർ ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാലും ഇവിടെയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ലൂമിനോസിറ്റി ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാലും ഇവിടെ. അപ്പം ഇവിടെ ഇരിക്കുന്ന സ്റ്റാർസ് ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന സ്റ്റാർസിൻ്റെ പൊസിഷൻ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഇരിക്കുന്ന സ്റ്റാർസ് എപ്പോഴും ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സ്റ്റാർസ് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. അപ്പോൾ ലോവർ റൈറ്റിലിരിക്കുന്ന കുറച്ച് സ്റ്റാർസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹാവിങ് ലോ ടെമ്പറേച്ചർ, ലോ ലൂമിനസിറ്റി, ലോ മാസ്. ഇതൊക്കെ ലോങ്ങർ ലീവ്ഡ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോ മാസ് ആണെങ്കിൽ അതിനെന്തുവാണ്, അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഹയർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ കുറച്ച് സ്റ്റാർസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സൂപ്പർ ജയൻറ്റ്, അതുപോലെ തന്നെ ജയൻറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർസ് ഉണ്ട്. സൂപ്പർ ജയൻറ്റും ജയൻസും ഡൈയിങ് സ്റ്റാർസ് ആണ്. ഫ്യൂസിങ് ഹീലിയം ആൻഡ് ഹെവിയർ എലമെൻറ്റ്സ്. വൈറ്റ് ഡോർഫ് ഉണ്ടല്ലോ, വൈറ്റ് ഡോർഫ് കാണപ്പെടുന്ന സ്ഥലം ഇവിടെയാണ് വൈറ്റ് ഡോർഫ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ മെയിൻ സീക്വൻസ് സ്റ്റാർ ഇതുപോലെ ഒരു വരയിൽ കാണപ്പെടും. ഇവിടെ സൂപ്പർ ജയൻറ്റ്, ഇവിടെയാണ് വൈറ്റ് ഡോർഫ്സ് കാണപ്പെടുന്നത്. വൈറ്റ് ഡോർഫ്സ് എന്ന് പറഞ്ഞാൽ മരിച്ച സ്റ്റാർസ്, ഡെഡ് സ്റ്റാർസ് ആണ്. സൂപ്പർ ജയൻസും ഇനി മരിക്കാൻ പോകുന്നതാണ്. ലൂമിനസിറ്റി ഏറ്റവും കൂടുതലുള്ള സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കും. ദാറ്റ് ഈസ് ബ്ലൂയിഷ് കളറായിരിക്കും. ഏറ്റവും കുറവെന്നല്ല, ഏകദേശം കുറവ്. നമ്മുടെ സണ്ണിനെയൊക്കെ പോലെ, സണ്ണൊക്കെ ഇവിടേക്ക് ഒരു പോയിന്റ് വരും. സണ്ണിനെയൊക്കെ പോലെ പറഞ്ഞത് യെല്ലോവിഷ് കളറൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ചില സ്റ്റാർസ് ഉണ്ട് ലോവർ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹയർ എല്ലും കാണും. അങ്ങനെയുള്ള സ്റ്റാർസിന് നമ്മൾ പറയുന്ന പേരാണ് ജയൻസ്. അങ്ങനെയുള്ള സ്റ്റാർസിനെ പറയുന്ന പേരാണ് ജയൻസ് അല്ലെങ്കിൽ സൂപ്പർ ജയൻസ്. അല്ലെങ്കിൽ സൂപ്പർ ജയൻസ്. കാരണം അവർക്ക് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, പക്ഷെ നല്ല ലൂമിനോസിറ്റി ആയിരിക്കും. അവരുടെ റേഡിയസ് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ഈ മുകളിലുള്ള ഭാഗങ്ങളിൽ ഹയർ റേഡിയസ് ആയിരിക്കും. അപ്പം സൂപ്പർ ജയൻറ്റിനും കമ്പാരിറ്റീവ്ലി ഹയർ റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ പറഞ്ഞത്? സ്റ്റാർസ് വിത്ത് ലോവർ ടെമ്പറേച്ചർ, ഹയർ ലൂമിനസിറ്റി ആൻഡ് ഹൈ മാസ് എന്തുവാണ്? ജയൻസ് ആൻഡ് സൂപ്പർ ജയൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നോക്കണേ, സ്റ്റാർസ് വിത്ത് ഹയർ ടെമ്പറേച്ചർ, ലോവർ ലൂമിനസിറ്റി ദാൻ മെയിൻ സീക്വൻസ് സ്റ്റാർസ് മസ്റ്റ് ഹാവ് സ്മോളർ റേഡിയ. അത് നമ്മൾ പറയുന്ന പേരാണ് വൈറ്റ് ഡോർഫ്. ഓക്കെ, HR ഡയഗ്രത്തിന് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ടെമ്പറേച്ചർ, കളർ, സ്പെക്ട്രൽ ടൈപ്പ്, ലൂമിനസിറ്റി ആൻഡ് റേഡിയസ്. അപ്പം അതൊരു കോഡ് വെച്ച് പഠിക്കാം. ഇതാണ് കോഡ്: ലൂമിനസിറ്റി, കളർ, റേഡിയസ്, TS ടെമ്പറേച്ചർ, സ്പെക്ട്രൽ ടൈപ്പ്.